കേരളം നിർദ്ദേശിച്ച ഭൂരിപക്ഷം പേരുകളും തള്ളിയാണ് ഇത്തവണയും പത്മ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. KS ചിത്രയ്ക്ക് പത്മവിഭൂഷണും മമ്മൂട്ടിക്ക് പത്മഭൂഷണും പ്രൊഫസർ MK സാനുവിന് പത്മശ്രീയും നൽകണമെന്നായിരുന്നു കേരളത്തിന്റെ ശുപാർശ. കേരളം കേന്ദ്രത്തിന് നൽകിയ ശുപാർശയുടെ പട്ടിക 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. റിപ്പബ്ലിക് ദിനത്തിൽ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ കേരളം നിർദ്ദേശിച്ച പേരുകളിൽ ഭൂരിപക്ഷവും കേന്ദ്ര സർക്കാർ പരിഗണിച്ചില്ലെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന രേഖകൾ. സംസ്ഥാന സർക്കാർ ശുപാർശ പ്രകാരം എഴുത്തുകാരൻ MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷണം, ഒളിമ്പ്യൻ PR ശ്രീജേഷിന് പത്മഭൂഷണം മാത്രമാണ് നൽകിയത്. സംസ്ഥാന സർക്കാർ നൽകിയ 20 അംഗ പട്ടികയിൽ ഇടം പിടിക്കാത്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിനും സിനിമാ താരവും നർത്തകിയുമായ ശോഭനയ്ക്കും പത്മഭൂഷൺ നൽകി. മലയാളി ഫുട്ബോൾ താരം IM വിജയൻ, കലാകാരി ഓമനക്കുട്ടിയമ്മ എന്നിവർക്കും പത്മശ്രീ നൽകി. കേരളം നൽകിയ പട്ടികയിൽ KS ചിത്രയ്ക്ക് പത്മവിഭൂഷണും മമ്മൂട്ടിക്കും എഴുത്തുകാരൻ T പത്മനാഭനും പത്മഭൂഷണം നൽകണമെന്നായിരുന്നു ശുപാർശ. ഇത് പൂർണ്ണമായും കേന്ദ്രം തഴഞ്ഞു. സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള T പത്മനാഭൻ കേരളത്തിലെ സാമൂഹിക സാഹിത്യ രംഗത്ത് നിറഞ്ഞിരിക്കുന്ന MK സാനു മാഷ്, സംഗീത രംഗത്തുള്ള സൂര്യകൃഷ്ണമൂർത്തി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾക്കൊന്നും ഈ പ്രാവശ്യത്തെ പത്മ പുരസ്കാരം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇത് കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിലൂടെ തന്നെയാണ് പത്മ പുരസ്കാരങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഫസർ MK സാനു, സൂര്യകൃഷ്ണമൂർത്തി, വൈക്കം വിജയലക്ഷ്മി, പുനലൂർ സോമരാജൻ, പത്മിനി തോമസ്, K ജയകുമാർ IAS, വ്യവസായി TS കല്യാണരാമൻ എന്നിവർക്ക് പത്മശ്രീ നൽകണമെന്ന കേരളത്തിന്റെ ശുപാർശയും കേന്ദ്രം പരിഗണിച്ചില്ല. കേരളം നൽകിയ പട്ടികയിൽ ഒരാളെപ്പോലും പത്മശ്രീക്ക് പരിഗണിച്ചില്ല. അരുൺ രാജ്, 24 കൊല്ലം.